ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്ന ചാപ്റ്ററുമായിട്ട് ബന്ധപ്പെട്ട് പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നേരത്തെ നമ്മൾ ഫണ്ട് ഫ്ലോയുമായി ബന്ധപ്പെട്ട് ഒരു ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ നമുക്ക് നേരിട്ട് ക്വസ്റ്റ്യനിലേക്ക് പോകാം. തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ ഇതാണ്: From the following balance sheet of ABC Limited for the year ending 31st December 2021 and 22, prepare schedule of changes in working capital. The next ആണ് statement of showing source and application of fund. ഒരു ബാലൻസ് ഷീറ്റ് ആണ് തന്നത്. ഇക്വിറ്റി ആൻഡ് ലാബിലിറ്റീസ്, ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട്, ഷെയർ ക്യാപിറ്റൽ 4,05,75,000, റിസർവ് ആൻഡ് സർപ്ലസ് അതായത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് 14,000, 31,000, ഷെയർ അപ്ലിക്കേഷൻ മണി പെൻഡിങ് അലോട്ട്മെൻറ്റ്, നോൺ കറണ്ട് ലാബിലിറ്റീസ്, കറണ്ട് ലാബിലിറ്റീസ്, ട്രേഡ് പേബിൾസ് അതായത് ക്രെഡിറ്റേഴ്സ് 1,06,000, 70,000, ടോട്ടൽ 5,20,000, 6,76,000. നെക്സ്റ്റ് അസറ്റ്, നോൺ കറണ്ട് അസറ്റ്, ഫിക്സ്ഡ് അസറ്റ്, ടാഞ്ചിബിൾ അസറ്റ്, ലാൻഡ് ആൻഡ് ബിൽഡിംഗ് 75,000, 1,00,000, കറണ്ട് അസറ്റ്, ഇൻവെൻട്രീസ്, സ്റ്റോക്ക് അതായത് 1,21,000, 1,36,000, ട്രേഡ് റിസീവബിൾസ് അതായത് ഡെപ്റ്റേഴ്സ് 1,81,000, 1,70,000, ക്യാഷ് ആൻഡ് ക്യാഷ് ഈക്വലൻസ് 1,43,000, 2,70,000, ടോട്ടലി 5,20,000, 6,76,000. ഓക്കെ, ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നമ്മൾ ആദ്യം വർക്കൗട്ട് ചെയ്യേണ്ടത് എന്താണ്? ഷെഡ്യൂൾ ഓഫ് ചേഞ്ചസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ ആണ്. അപ്പോൾ ഷെഡ്യൂൾ ഓഫ് ചേഞ്ചസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ കാൽക്കുലേറ്റ് ചെയ്യാൻ നമ്മൾ ഒരു പെർട്ടിക്കുലേഴ്സ് കോളം, അതേപോലെ 2021, 22 എമൗണ്ട് കോളം നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത്. ദെൻ ചേഞ്ചസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ ഇൻക്രീസ്, ഡിക്രീസ് ഇങ്ങനെയാണ് കാണിക്കുന്നത്. ഇപ്പോൾ ഷെഡ്യൂൾ ഓഫ് ചേഞ്ചസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ ചെയ്യാൻ നമ്മൾ കറണ്ട് അസറ്റ്, കറണ്ട് ലാബിലിറ്റി ഇവ എടുത്ത് എഴുതണം. കറണ്ട് അസറ്റിൽ നിന്ന് കറണ്ട് ലാബിലിറ്റി കുറച്ചാൽ നമുക്ക് കിട്ടുന്നതാണ് എന്ത്? വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ഇപ്പോൾ കറണ്ട് അസറ്റുകൾ നമ്മുടെ ക്വസ്റ്റ്യനിലുള്ളത് ഇൻവെൻട്രീസ് ഉണ്ട്, അതായത് സ്റ്റോക്ക് എത്രയാണ്? 1,21,000, 1,36,000 ആണ്. അതായത് ഇവിടെ സ്റ്റോക്ക് 1,21,000 36,000 ആകുന്നു, 1,36,000 ആകുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 15,000 ഇൻക്രീസ് ആണ്. കറണ്ട് അസറ്റ് ഇൻക്രീസ് ചെയ്യുമ്പോൾ വർക്കിംഗ് ക്യാപിറ്റൽ ഇൻക്രീസ് ചെയ്യും. അപ്പോൾ ഇൻക്രീസിൻ്റെ കോളത്തിൽ 15,000 എന്ന് കൊടുക്കും. അതായത് കറണ്ട് അസറ്റ് കൂടുന്നതാണെങ്കിൽ വർക്കിംഗ് ക്യാപിറ്റലും എന്ത് ചെയ്യും? കൂടും എന്നുള്ള ഒരു കൺസെപ്റ്റ് മനസ്സിലാക്കുക. ഇനി നെക്സ്റ്റ് ട്രേഡ് റിസീവബിൾ അതായത് ഡെപ്റ്റേഴ്സ് 1,81,000 ആണ്. രണ്ടാമത്തെ വർഷം 1,70,000 ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 11,000 ഇവിടെ എന്ത് ചെയ്തു? കുറഞ്ഞു. അപ്പോൾ ഡിക്രീസിൻ്റെ കോളത്തിലാണ്. അതായത് കറണ്ട് അസറ്റ് ഡിക്രീസ് ചെയ്യുമ്പോൾ വർക്കിംഗ് ക്യാപിറ്റൽ എന്ത് ചെയ്യും? ഡിക്രീസ് ചെയ്യും. അപ്പോൾ ഡിക്രീസിൻ്റെ കോളത്തിലാണ് ഇവിടെ 11,000 കാണിക്കേണ്ടത്. ഇനി നെക്സ്റ്റ് ക്യാഷ് ആൻഡ് ക്യാഷ് ഈക്വലൻസ് 1,43,000, 2,73,000 ആയിരുന്നു, 70,000 ആയിരുന്നു. ഇപ്പോൾ ഇൻക്രീസ് ആണ്. ഇൻക്രീസ് ചെയ്യുമ്പോൾ വർക്കിംഗ് ക്യാപിറ്റൽ ഇൻക്രീസ് ചെയ്യും, 1,27,000 എന്ന് കാണിക്കും. ഇനി നമ്മൾ ടോട്ടൽ അസറ്റ് കാണുന്നു, 4,45,000, 5,76,000. ദെൻ കറണ്ട് ലാബിലിറ്റിയാണ് അടുത്ത് നമ്മൾ എടുത്തിരുന്നത്. ട്രേഡ് പേബിൾ മാത്രമേ ഉള്ളൂ. ക്രെഡിറ്റേഴ്സ് 1,06,000, 70,000 ആണ്. ഇവിടെ എന്ത് ചെയ്തു? കറണ്ട് ലാബിലിറ്റി ഡിക്രീസ് ചെയ്തു. കറണ്ട് ലാബിലിറ്റി ഡിക്രീസ് ചെയ്യുമ്പോൾ വർക്കിംഗ് ക്യാപിറ്റൽ എന്ത് ചെയ്യും? വർക്കിംഗ് ക്യാപിറ്റൽ ഇൻക്രീസ് ആണ് ചെയ്യുന്നത്. ഇത് ഓപ്പോസിറ്റ് റിലേഷൻഷിപ്പാണ്. ഇപ്പോൾ ഇവിടെ നമ്മൾ 1,06,000, 70,000 ആകുന്നത് 36,000 ഇൻക്രീസിൻ്റെ കോളത്തിലാണ് കാണിക്കുന്നത്. കറണ്ട് ലാബിലിറ്റി ഡിക്രീസ് ആണെങ്കിൽ വർക്കിംഗ് ക്യാപിറ്റൽ ഇൻക്രീസ് ചെയ്യും. ഇവിടെ നമ്മൾ വർക്കിംഗ് ക്യാപിറ്റൽ കാൽക്കുലേറ്റ് ചെയ്യുന്നു. അതായത് ഇവിടെ വരുന്ന 4,45,000 നിന്നും 1,06,000 മൈനസ് ചെയ്യുന്നു. അപ്പോൾ 3,39,000 എന്ന് കിട്ടും. അതേപോലെ 5,76,000 നിന്നും 70,000 കുറക്കുന്നു. അപ്പോൾ 5,06,000 എന്ന് കിട്ടും. എന്ന് പറഞ്ഞാൽ 3,39,000 നിന്നും 5,06,000 വർക്കിംഗ് ക്യാപിറ്റൽ മാറിയത് ഇൻക്രീസ് ആണ് വരുന്നത്. അതായത് 1,67,000 എന്നാണ് ഇൻക്രീസ് ആണ്. ഇപ്പോൾ നെറ്റ് ഇൻക്രീസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞ് 1,67,000 കാണിക്കും. ഇവിടെ വരുന്ന 5,06,000 ഇറക്കിയിടുന്നു. ഇവിടെയും 5,06,000 കൊടുക്കുന്നു. അതാണ് കൂടുതൽ വരുന്നത്. ഇവിടെ ബാലൻസ് 1,60,000 കാണിക്കുന്നു. ദെൻ ഇവിടെ ചേഞ്ചസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ കോളത്തിൽ ഇവിടെ ഡിക്രീസിൻ്റെ കോളത്തിലാണ് 1,60,000, അതായത് കുറവ് വരുന്ന കോളത്തിലാണ് ഇതിനെ കാണിക്കേണ്ടത്. ഇവിടെ നമ്മൾ ടോട്ടൽ ചെയ്ത് കഴിഞ്ഞാൽ 1,78,000 എന്ന് രണ്ട് സൈഡും കിട്ടും. ഓക്കെ, അപ്പോൾ ഇത്തരത്തിലാണ് ഇതിനെ ഷെഡ്യൂൾ ഓഫ് ചേഞ്ചസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ വർക്കൗട്ട് ചെയ്യുക. ഇനി അടുത്ത് നമ്മൾ ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യണം. ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യണമെങ്കിൽ നമുക്ക് ഫണ്ട് ഫ്രം ഓപ്പറേഷൻ അറിയണം. ഫണ്ട് ഫ്രം ഓപ്പറേഷനുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഐറ്റവും നമ്മുടെ ക്വസ്റ്റനിലില്ല. ആകെ നെറ്റ് പ്രോഫിറ്റ് മാത്രമേ ഉള്ളൂ. ആദ്യം നമ്മൾ രണ്ടാമത്തെ വർഷത്തെ നെറ്റ് പ്രോഫിറ്റ് 31,000 ആണ്, ഒന്നാമത്തെ വർഷത്തെ 14,000 ആണ്. അപ്പോൾ നമുക്ക് 17,000 എന്ത് കിട്ടും? ഫണ്ട് ഫ്രം ഓപ്പറേഷൻ്റെ വാല്യൂ കിട്ടും. ഓക്കെ, ഇനി നമ്മൾ ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻ്റ് ആണ് പ്രിപ്പയർ ചെയ്യുന്നത്.
ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ സോഴ്സസും അപ്ലിക്കേഷനുമാണ് കാണിക്കേണ്ടത്. നമ്മുടെ ക്വസ്റ്റനിൽ ഷെയർ ക്യാപിറ്റൽ ഒന്നാമത്തെ വർഷം എത്രയാണ് തന്നത്? ഫസ്റ്റ് ഇയറിൽ തന്ന ഷെയർ ക്യാപിറ്റൽ എന്ന് പറയുന്നത് 4 ലക്ഷമായിരുന്നു. രണ്ടാമത്തെ വർഷം 5,75,000 ആയിരുന്നു. അപ്പോൾ 1,75,000 ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. ഇൻക്രീസ് ചെയ്യുമ്പോൾ അതിനർത്ഥം എന്താണ്? പുതിയ ഷെയർ ഇഷ്യൂ ചെയ്തു എന്നുള്ളതാണ്. അപ്പോൾ ഇഷ്യൂ ഓഫ് ഷെയർസ് എന്ന് പറഞ്ഞ് 1,75,000 കാണിക്കും. ഇനി നമ്മുടെ ഈ 17,000 റിസൾട്ട് ഇങ്ങോട്ടേക്ക് എടുത്തിരുന്നു, ഫണ്ട് ഫ്രം ഓപ്പറേഷൻ. അതേപോലെ നേരത്തെ നമ്മൾ വരച്ചിട്ടുള്ള ഷെഡ്യൂൾ ഓഫ് ചേഞ്ചസിന് വർക്കിംഗ് ക്യാപിറ്റലിൻ്റെ റിസൾട്ട് ഇൻക്രീസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ 1,67,000 ആപ്ലിക്കേഷനിൽ നമ്മൾ കാണിക്കും. ഇനി നമ്മുടെ ക്വസ്റ്റനിൽ ഫിക്സ്ഡ് അസറ്റ് എന്ന് പറയുന്ന ഒരു ഐറ്റം തന്നിട്ടുണ്ട്. ഫിക്സ്ഡ് അസറ്റ് ഒന്നാമത്തെ വർഷം 70ഉം രണ്ടാമത്തെ വർഷം 1,00,000 എന്ന് പറഞ്ഞാൽ അവിടെ 25 കൂടുന്നുണ്ട്. 25 കൂടുക എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്താണ്? പുതിയ അസറ്റ് വാങ്ങിച്ചു എന്നുള്ളതാണ്. അപ്പോൾ പർച്ചേസ് ഓഫ് ഫിക്സ്ഡ് അസറ്റ് ആണ്. പർച്ചേസ് ഓഫ് ലാൻഡ് ആൻഡ് ബിൽഡിംഗ് എന്ന് പറഞ്ഞ് ആ ഡിഫറൻസ് 25,000 കാണിക്കുന്നു. ഇനി ഇത് രണ്ട് സൈഡും ടോട്ടൽ ചെയ്യുന്നു. അപ്പോൾ നമുക്ക് 1,92,000 എന്ന് രണ്ട് സൈഡും കിട്ടും. ഓക്കെ, ഇത്തരത്തിലാണ് ഈ ഒരു ക്വസ്റ്റ്യൻ വർക്കൗട്ട് ചെയ്യേണ്ടത്. ജസ്റ്റ് നിങ്ങൾ വർക്കൗട്ട് ചെയ്ത് നോക്കുക. ഓക്കെ, പുതിയൊരു ക്ലാസ്സുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്